ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ബാധിതർക്കുള്ള സൗജന്യ ഇഞ്ചക്ഷനുകൾ നിലച്ചെന്ന് പരാതി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ നൽകി വരുന്ന മരുന്ന് ലഭ്യമായതോടെ സംസ്ഥാനത്തെ നിരവധി നിർധന രോഗികളാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. മരുന്ന് വിതരണം എത്രയും വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്നും കൂടുതൽ പേർക്ക് പദ്ധതിയിലൂടെ സഹായം നൽകണമെന്നുമാണ് രോഗികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിച്ച ദുർവിധിയാണ് ആങ്കിലോസിക് സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം. നട്ടലിനെ ബാധിക്കുന്ന ഒരുതരം സന്ധിവാതമാണെങ്കിലും ഒരാളുടെ ജീവിതത്തെ തന്നെ ഈ ജനിതക രോഗം പ്രതിസന്ധിയിലാക്കും. അത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുന്ന ആളാണ് തൃശൂർ അരിമ്പൂർ സ്വദേശിയായ ജെയ്സൺ. ആങ്കിലോസിക് സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച ജെയ്സണെ പോലുള്ള നിരവധി രോഗികളുടെ ആശ്വാസമായിരുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി ലഭ്യമായിരുന്ന ബയോളജിക്കൽ ഇഞ്ചക്ഷനുകൾ കഴിഞ്ഞ 3 മാസമായി ഈ മരുന്നുകൾ ലഭിക്കുന്നില്ല. നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ ഒരു മാസം ഒരു 25 രൂപയുടെ അടുത്ത് നമുക്ക് മാസത്തിന് തന്നെ കാണേണ്ടി വരും. ഒരു കോഴ്സ് 12 എണ്ണാണ് വേണ്ടത്. 25,000 രൂപ നമുക്ക് മാസത്തിൽ ഒരു 4 ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ 25,000 രൂപ ചുരുങ്ങിയത് ഏറ്റവും കുറവ് ഡോസിന്റെ ഇഞ്ചക്ഷൻ ചെയ്യണം നമുക്ക് വേണം. അത് ഒരു 60,000-70,000 അടുത്ത് മേലെ നമുക്ക് എന്തായാലും നമ്മൾ കയ്യിൽ കാണേണ്ടി വരും. അപ്പോൾ സർക്കാരിൽ നിന്ന് 2021 മുതൽ അത് കിട്ടിക്കൊണ്ടിരുന്നത് വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ഒരുപാട് രോഗികളുണ്ട് ഈ അസുഖമുള്ളവര്. അവർക്ക് എല്ലാവരും ഇപ്പൊ ഒരു ദുരിതത്തിലാണ്. ഇതൊരു നിലച്ചു പോയാൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ദുരിതമാവും പലരുടെയും ജീവിതം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ലക്ഷത്തിൽ 7 പേർക്ക് ആങ്കിലോസിക് സ്പോണ്ടിലൈറ്റിസ് രോഗം ഉള്ളതായി ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നു. കേരളത്തിൽ മാത്രം 5 ലക്ഷം പേർ ഈ രോഗബാധിതരാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. അസുഖബാധിതരിലേറെ പേരും ചെറുപ്പക്കാരാണ്. നട്ടെല്ലിന് ബലക്ഷയം സംഭവിച്ച് നടക്കാൻ പ്രയാസമാകുന്ന രോഗികൾക്ക് സന്ധികൾക്കുണ്ടാവുന്ന കടുത്ത വേദനയും കടുത്ത ക്ഷീണവും മൂലം തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും സാധിക്കാറില്ല. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ആങ്കിലോസിക് സ്പോണ്ടിലൈറ്റിസ് രോഗികൾക്ക് കേരളത്തിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത്. ഈ ആശുപത്രികളിലെ റൂമറ്റോളജി വിഭാഗത്തിൽ ചികിത്സ തുടരുന്ന 60 രോഗികൾക്കാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പദ്ധതിയിലൂടെ 2021 മുതൽ മരുന്നുകൾ ലഭിച്ചിരുന്നത്. അടുത്ത കാലത്ത് മരുന്നുകൾ ലഭ്യമല്ലാതായതോടെ ആരോഗ്യവകുപ്പിനും സർക്കാരിനും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. എത്രയും വേഗം മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ കൂടുതൽ രോഗികളിലേക്ക് എത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.